വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് ലിറ്റററി തിയറി എന്ന സബ്ജക്റ്റിലെ കാനോൺ, മൊഡ്യൂൾ ഫസ്റ്റിലെ കാനോൺ, പാരഡിഗ്മ, ഡിസ്കോഴ്സ്, എക്രിച്ചർ, ഈ 4 ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. സോ ഈ ഒരു 4 ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം തന്നെ നമുക്ക് കാനോൺ എന്താണെന്ന് റെഫർ ചെയ്യുന്നുള്ളത് എന്ന് പറയാമല്ലോ. ലിറ്റററി തിയറിയിൽ ഈ ഒരു കാനോൺ എന്ന് പറയുന്നുള്ളത് ഒരു പെർട്ടിക്കുലർ കൾച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു ട്രഡീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന വാല്യുബിൾ ടെക്സ്റ്റ്, ഇല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കളക്ഷൻ ഓഫ് ലിറ്റററി വർക്ക്സ് ആണ് ലിറ്റററി തിയറിയിൽ കാനോൺ എന്ന് പറയുന്നുള്ളത്. ഇനി സ്കൂൾ അഥവാ യൂണിവേഴ്സിറ്റികൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ ബെസ്റ്റ് ഓഫ് ലിറ്ററേച്ചറായിട്ട് റിപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു വർക്ക്സ് ജഡ്ജ് ചെയ്യാനുള്ള ഒരു ബെഞ്ച് മാർക്കായിട്ട് ഈ ഒരു കാനോണിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടേം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് വേർഡായിട്ടുള്ള കാനോൺ എന്ന വേർഡിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്നുള്ളത് മെഷറിംഗ് റോഡ് ഓർ സ്റ്റാൻഡേർഡ്. മെഷറിംഗ് റോഡ് ഓർ സ്റ്റാൻഡേർഡ് എന്നാണ് ഈ ഒരു ഗ്രീക്ക് വേർഡിൻ്റെ മീനിങ് എന്നുള്ളത്. ആസ്തറ്റിക് ക്വാളിറ്റി, ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ എൻഡറിങ് ഇൻഫ്ലുവൻസ് എന്നീ ഫാക്ടേഴ്സ് ബേസ് ഇതുകൊണ്ട് ടീച്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ ക്രിറ്റിക്സിൻ്റെയും അക്കാദമിക്സിൻ്റെ ഒക്കെ ഇടയിലൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു കലർപ്പായിട്ടുള്ള ഒന്നായിട്ടാണ് ഈ ഒരു കാനോണെ ഡിറ്റർമൈൻ ചെയ്യുന്നുള്ളത്. ഈ ഒരു കാനോണിൻ്റെ കമ്പോസിഷൻ പറയുന്നത്, ഘടന പറയുന്നത് അധികവും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്രിറ്റിക്സ് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഡെമോഗ്രഫിക്സ് ആയിട്ടുള്ള വൈറ്റ് മെയിൽ ഓതേഴ്സിനെ പോലെയുള്ളവരും അതുപോലെ തന്നെ ഡിവേഴ്സ് വോയിസസൊക്കെ ഇതിനൊക്കെയാണ് ക്രിറ്റിക്സ് എന്ത് ചെയ്യുന്നുള്ളത്, വിമർശിക്കുന്നുള്ളത്. ഇതിനൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. വൈറ്റ് മെയിൽ ഓതേഴ്സിനെയും അതുപോലെ തന്നെ എക്സ്ക്ലൂഡ് ഡിവേഴ്സ് വോയിസസിനെയൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് ക്രിറ്റിക്സ് എന്ത് ചെയ്യുന്നു, വിമർശിക്കുന്നു. സം വെൽ നോൺ വർക്ക്സ് കൺസിഡർ ചെയ്യുന്നുള്ളത് വെസ്റ്റേൺ ലിറ്റററി കാനോണായിട്ടാണ്. ചില വർക്ക്സ് കൺസിഡർ ചെയ്യുന്നുള്ളത് ഏതിൻ്റെ പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നുള്ളത്, വെസ്റ്റേൺ ലിറ്റററി കാനോണിൻ്റെ പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നുള്ളത്. അതിൽ പെടുന്നത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഷേക്സ്പിയേഴ്സ് പ്ലേസ്, ജെയിൻ ഓസ്റ്റീൻസ് നോവൽസ്, അതുപോലെ തന്നെ വർക്ക്സ് ബൈ മാർക്ക് ട്വെയിൻ എന്നീ വർക്ക്സാണ് ഇതിനൊരു എക്സാമ്പിളായിട്ട്, വെസ്റ്റേൺ ലിറ്റററി കാനോൺ എക്സാമ്പിളായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പാരാഡിഗ്മ പറയുന്നുള്ളത് സെറ്റ് ഓഫ് അസംഷൻസ്, ബിലീവ്സ് ആൻഡ് തിയററ്റിക്കൽ ഫ്രെയിം വർക്ക്സ്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു ലിറ്റററി വർക്കിനെ ഇൻ്ററപ്റ്റ് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത് എന്നതാണ് ഈ ഒരു പാരാഡിഗ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. ലിറ്ററേച്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ഫ്രെയിം വർക്ക് ആയിട്ടാണ് പാരഡിഗ്മ എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ക്രിറ്റിക്സ് ടെക്സ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്, ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പാരാഡിഗ്മ ഗൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലിറ്റററി പാരാഡിഗ്മ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ഓഫ് കോണ്ടെക്സ്റ്റിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ പീരിയഡ്, സോഷ്യൽ, ക്ലാസ്, ജെൻഡർ, ഇല്ലെങ്കിൽ പവർ ഡൈനാമിക്സ്, ഇതൊക്കെയാണ് ആ ഒരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നുള്ളത്, കൺസിഡർ ചെയ്യുന്നുള്ള ഡിഫറെൻറ്റ് ലിറ്റററി പാരാഡിഗ്മ എന്ന് പറയുന്നുള്ളത്. അതുപോലെ തന്നെ എക്സാമ്പിൾസ് ഓഫ് ലിറ്റററി പാരാഡിഗ്മ എന്ന് പറയുന്നുള്ളത് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം, മാർക്സിസ്റ്റ് ക്രിറ്റിസിസം, അതുപോലെ തന്നെ ന്യൂ ഹിസ്റ്റോറിസിസം, അതുപോലെ തന്നെ സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസിസം, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്, ഡിഫറെൻറ്റ് ലിറ്റററി പാരാഡിഗ്മത്തിനുള്ള ഒരു എക്സാമ്പിൾസ് പറയുന്നുള്ളത്. ഈച്ച് വിത്ത് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് അസെപ്ഷൻസ്. ഇതിനെല്ലാത്തിനും അതിൻ്റേതായ സെറ്റ് ഓഫ് അസെപ്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ ലിറ്ററേച്ചർ അനലൈസ് ചെയ്യാനുള്ള അപ്രോച്ചസും ഉണ്ട് എന്നാണ് പറയുന്നുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നുള്ളത് ഡിസ്കോഴ്സ് എന്താണ് എന്നാണ് പറയാൻ പോകുന്നുള്ളത്. ഇൻ ലിറ്റററി തിയറി ഡിസ്കോഴ്സ് എന്ന് പറയുന്നുള്ളത് യൂസ് ഓഫ് ലാംഗ്വേജ് ടു ഷെയർ ഐഡിയാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ്. അതുപോലെ തന്നെ എഴുതാൻ വേണ്ടിയിട്ടും സ്പോക്കനും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലാംഗ്വേജ്. ഇതിൽ ഇൻക്ലൂഡ് ആണെന്നുള്ളത് ഫിക്ഷണലും അതുപോലെ തന്നെ പോയറ്റിക് വർക്ക്സൊക്കെ ഇൻക്ലൂഡ് ആകുന്നുണ്ട് ഈ ഒരു ഡിസ്കോഴ്സ് എന്ന് പറയുന്നതിൽ. അതുപോലെ തന്നെ ഡിസ്കോഴ്സ് എന്ന് പറയുന്നുള്ളത് ഈസ് എ കോഹറൻറ്റ് യൂണിറ്റ് ഓഫ് റൈറ്റിംഗ് ഓർ സ്പീച്ചും അതുപോലെ തന്നെ റൈറ്റിങ്ങിൻ്റെ എല്ലാം യോജിച്ച ഒരു യൂണിറ്റാണ് ഈ ഒരു ഡിസ്കോഴ്സ് എന്ന് പറയുന്നുള്ളത്. അതുപോലെ തന്നെ അതിനൊരു ക്ലിയർ പർപ്പസും ഉണ്ടാവും, അതുപോലെ തന്നെ മീനിങ് ഉണ്ടാവും.
ഡിസ്കോഴ്സ് ക്യാൻ ബി ഫോർമൽ ആൻഡ് ഓർഡർലി. ഡിസ്കോഴ്സ് റിവീൽ ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് പവർ ഡൈനാമിക്സും അതുപോലെ തന്നെ സോഷ്യൽ നോംസൊക്കെ ലിറ്ററേച്ചറിൻ്റെ മീനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് എന്നതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കോഴ്സ് റിവീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്കോഴ്സ് റിവീൽ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് സോഷ്യൽ സ്ട്രക്ചേഴ്സ് അണ്ടർലൈൻ ചെയ്യുന്നതിനെ പറ്റിയിട്ട് റിവീൽ ചെയ്യുന്നുണ്ട്. ഡിസ്കോഴ്സ് തിയറി സജസ്റ്റ് ചെയ്യുന്നുള്ളത് ദാറ്റ് ദ വേ വി സ്പീക്ക് ആൻഡ് റൈറ്റ്, നമ്മൾ സംസാരിക്കുന്നതും അതുപോലെ തന്നെ സ്പീക്ക് ചെയ്യുന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഒരു സൊസൈറ്റിയിലെ പവറിൻ്റെ സ്ട്രക്ചറിനെ ഷെയ്പ്പ് ചെയ്യുന്നുള്ളത് എന്നാണ് പറയുന്നുള്ളത്. ഒരു സൊസൈറ്റിയിലെ പവറിൻ്റെ സ്ട്രക്ചറിനെ ഷെയ്പ്പ് ചെയ്യുന്നുള്ളത് നമ്മൾ സംസാരിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ എഴുതുന്നതുമായ കാര്യങ്ങളാണെന്നാണ് ഡിസ്കോഴ്സ് തിയറി സജസ്റ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഡിസ്കോഴ്സ് തിയറി സജസ്റ്റേഴ്സ് ദാറ്റ് അൺഈക്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആർ പ്രൊഡ്യൂസർ ആൻഡ് റീപ്രൊഡ്യൂസർ ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ്സ്. ഈ ഒരു അൺഈക്വൽ റിലേഷൻഷിപ്സ് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരൊക്കെ ഇടയിൽ നിന്നാണ്, സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെയും ക്ലാസ്സസിൻ്റെയും അതുപോലെ തന്നെ സോഷ്യൽ കമ്മ്യൂണിറ്റീസിൻ്റെയും ഇടയിൽ നിന്നാണ് ഈ ഒരു അൺഈക്വൽ റിലേഷൻഷിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതും. ഡിസ്കോഴ്സ് തിയറി എന്നുള്ളത് ഒരു കോംപ്ലക്സ് ഓഫ് ഏരിയ ഓഫ് ക്രിട്ടിക്കൽ തിയറീൻ്റെ ഒരു സങ്കീർണമായ ഒരു ഏരിയ ആണ് ഡിസ്കോഴ്സ് തിയറി എന്നുള്ളത്. ഈ ഒരു ക്രിട്ടിക്കൽ തിയറി എന്നുള്ളത് ഹേർട്ട് ഓഫ് ഡിബേറ്റ്സ്, ചർച്ചകളുടെ തന്നെ ഒരു ഹേർട്ടാണ് ഈ ഒരു ക്രിട്ടിക്കൽ തിയറി പറയുന്നത്. ഏതിനെല്ലാം കുറിച്ചിട്ടുള്ള ഹേർട്ട് ഓഫ് ഡിബേറ്റ്സ് ആണ്, ഫോം, മീനിങ്, ഐഡിയോളജി, ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ദ ഹ്യൂമാനിറ്റീസ്, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഹേർട്ട് ഓഫ് ഡിബേറ്റ്സ് തന്നെയാണ് ഈ ഒരു ക്രിട്ടിക്കൽ തിയറിയുടെ കോംപ്ലക്സ് ഏരിയ ആയിട്ടാണ് ഡിസ്കോഴ്സ് തിയറി എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ഓഫ് ഡിസ്കോഴ്സ് ഡെവലപ്പ് ചെയ്തതും അതുപോലെ തന്നെ പോപ്പുലറൈസ് ചെയ്തത് ആരെന്ന് വെച്ചാൽ ഫ്രഞ്ച് ഫിലോസഫറും റൈറ്ററും ലിറ്റററി ക്രിട്ടിക്കായിട്ടുള്ള മീക്കേൽ ഫോക്കൽട്ട് എന്ന ആളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കൺസെപ്റ്റ് ഓഫ് ഡിസ്കോഴ്സ് ഡെവലപ്പും പോപ്പുലറൈസും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നുള്ളത് എന്തെന്ന് വെച്ചാൽ ഫോക്കൽ ഡിഫൈൻഡ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ദാറ്റ് ആർ ക്രിയേറ്റഡ് ത്രൂ ഡിസ്കോഴ്സിലൂടെയാണ് ഈ ഒരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. കളക്ഷൻ ഓഫ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് ഡിസ്കോഴ്സിലൂടെയാണ്. ലിറ്റററി തിയറിയിൽ എക്രിച്ചർ റെഫർ ചെയ്യുന്നുള്ളത് ഇതൊരു ആശയമാണ്. എന്തിനെ സിഗ്നിഫൈ ചെയ്യുന്ന ആശയമാണ്? ഐഡിയ ഓഫ് റൈറ്റിംഗ് ആസ് എ സിസ്റ്റം ഓഫ് മീനിങ് മേക്കിംഗ് എന്ന സിസ്റ്റം, അതിൽ റൈറ്റിംഗ് ഐഡിയ ആയിട്ടാണ് ഇത് സിഗ്നിഫൈ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഇത് എംബസൈസ് ചെയ്യുന്നുള്ളത്, ഇത് ഒന്നുകൂടി ഫോക്കസ് ചെയ്യുന്നുള്ളത് സ്റ്റൈലിസ്റ്റിക്കും അതുപോലെ തന്നെ സോഷ്യൽ ആസ്പെക്റ്റ് ഓഫ് ടെക്സ്റ്റ് പ്രൊഡക്ഷനാണ്. ടെക്സ്റ്റ് പ്രൊഡക്ഷൻ്റെ സോഷ്യൽ ആസ്പെക്റ്റിനും സ്റ്റൈലിസ്റ്റിക്കിനുമാണ് ഇത് എംബസൈസ് ചെയ്യുന്നുള്ളത്. ഇനി ഈ ഒരു എക്രിച്ചർ എന്ന ഈ ഒരു ലിറ്റററി തിയറി അസോസിയേറ്റ് ചെയ്യുന്നുള്ളത് ഫ്രഞ്ച് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ആയിട്ടുള്ള റോളൻഡ് ബേർത്തേഴ്സ് അതുപോലെ തന്നെ ജാക്കസ് ഡെറിഡ എന്നിവരായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ പറയുന്നുള്ളത് ഈ ഒരു ഡിനോട്ട്സ് റൈറ്റിംഗ് ആസ് എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ഇൻ്റർടെക്സ്ച്വൽ റിലേഷൻഷിപ്പിനുള്ള ഒരു കോംപ്ലക്സ് നെറ്റ്വർക്കായിട്ടാണ് റൈറ്റിങ്ങിനെ ഡിനോട്ട് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഫിക്സ്ഡ് മീനിങ്, സിംഗിളായിട്ടുള്ള ഒരു ടെക്സ്റ്റിൻ്റെ ഫിക്സ്ഡ് മീനിങ് അല്ലെങ്കിൽ സിംഗിളായിട്ടുള്ള മീനിങ്ങിനെയും ഇത് ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി എക്രിച്ചർ പറയുന്നുള്ളത് ഗോസ് ബിയോണ്ട് സിംപ്ലി ദ ആക്ട് ഓഫ് റൈറ്റിംഗ് ആണ്. ഒരു കൾച്ചറൽ ലാംഗ്വേജിൻ്റെ സോഷ്യൽ ഇംപ്ലിക്കേഷൻസും അതുപോലെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസും എൻകംപാസ് ചെയ്തിട്ടുള്ള ആക്ട് ഓഫ് റൈറ്റിംഗ് ആണ് ഈ ഒരു എക്രിച്ചർ എന്ന് പറയുന്നുള്ളത്. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഹൗ ഇറ്റ് ഷേപ്സ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള വേൾഡിനെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സെൻട്രൽ കൺസെപ്റ്റ് വിത്തിൻ എക്രിച്ചർ ഈസ് ദ ഐഡിയ ഓഫ് ഇൻ്റർടെക്സ്ച്വാലിറ്റിയുടെ ഒരു സെൻട്രൽ കൺസെപ്റ്റാണ് എക്രിച്ചർ എന്ന ഐഡിയ എന്നുള്ളത്. എവറി ടെക്സ്റ്റ് സീൻ കണക്റ്റഡ് ടു അതർ ടെക്സ്റ്റിലൂടെയും അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് എ വാസ്റ്റ് വെബ് ഓഫ് മീനിങ്ങിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്, എവറി ടെക്സ്റ്റ് സീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി സിഗ്നിഫിക്കൻ്റ് അപ്ലിക്കേഷൻ ഓഫ് എക്രിച്ചർ ഈസ് ദ കൺസെപ്റ്റ് ഓഫ് എക്രിച്ചർ ഫെമിനിൻ എന്ന് പറയുന്നുള്ളത്. ഈ ഒരു എക്രിച്ചർ ഫെമിനിൻ മീൻസ് ഫെമിനിൻ റൈറ്റിംഗ്. ഇത് കോയിൻ ചെയ്തിട്ടുള്ളത് ഹെലൻ സിയോസ് എന്ന് പറയുന്നുള്ള ഒരു റൈറ്ററാണ്. അതുപോലെ തന്നെ വിച്ച് റെഫേഴ്സ് ടു എ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്
അതെന്തിനാ ഈ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്തിനെയാണ് ചലഞ്ച് ചെയ്യുന്നുള്ളത്? പാട്രിയാർക്കൽ സ്ട്രക്ചേഴ്സിനെ, എക്സ്പ്രസിങ് വുമൺസ് എക്സ്പീരിയൻസസ് ആൻഡ് യുണീക്ക് വേയിലുള്ള വുമൺസിൻ്റെ പേഴ്സ്പെക്റ്റീവിനെയും എക്സ്പീരിയൻസിനെയും എക്സ്പ്രസ് ചെയ്യുന്നുള്ള പാട്രിയാർക്കൽ സ്ട്രക്ചേഴ്സിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, ഈ ഒരു എക്രിച്ചർ ഫെമിനിൻ ചലഞ്ച് ചെയ്യുന്നുള്ളത് ഈ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെയാണ്. സോ ഈ ഒരു എക്രിച്ചർ എന്ന ഇതിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. While literally translating to writing, écriture, in literary theory, signifies more than just the act of putting words on paper. It points to the complex process of creating meaning through language, considering the social and cultural context of writing. Roland Barthes' usage. In his work like Writing Degree Zero, Barthes uses écriture to discuss how all writing carries a certain style or discourse, shaping our perception of the world. Jacques Derrida's perspective. Derrida expands on this concept by emphasizing the intertextuality of writing, meaning that each text is linked to and influenced by other texts within a broader cultural network. Écriture féminine, feminist theory, within feminist literary criticism. The term écriture féminine, feminine writing, is used to describe a style of writing that aims to express women's experiences and perspectives, often challenging traditional masculine forms of expression by embracing fluidity and the body. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കാനോൺ, ഡിസ്കോഴ്സ്, പാരാഡിഗ്ം, എക്രിച്ചർ, ഈ ഒരു 4 ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ എക്സ്ട്രാ നോട്ട്സും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സമയത്തിനനുസരിച്ച് അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്ക്സ് എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ ടോപ്പിക്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ തീർച്ചയായും താങ്ക് യു എന്ന് പറഞ്ഞൊക്കെ നമ്മളൊരു ഇതാക്കിയിട്ടുണ്ടെങ്കിൽ എൻകറേജ് മീൻസ് നമുക്ക് ആവശ്യമാണല്ലോ ഇനിയും കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് താങ്ക് യു എന്ന്. സോ വൺസ് അഗെയിൻ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ.